അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി മൂർച്ഛിക്കുന്നു. ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിയിടുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മിസൈൽ ആക്രമണങ്ങളിലൂടെയാണ് ടെഹ്റാൻ മറുപടി നൽകിയത്. ട്രംപിന്റെ ഭീഷണി മുഴങ്ങി മണിക്കൂറുകൾക്കകം ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ശക്തമായ മിസൈൽ വർഷം നടത്തി. അമേരിക്കൻ സൈനിക നടപടിയിലൂടെ ഇറാന്റെ മിസൈൽ ശേഷി ഏതാണ്ട് പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്ന ട്രംപിന്റെ അവകാശവാദത്തിനുള്ള കനത്ത തിരിച്ചടിയായാണ് ഈ ആക്രമണം വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ പക്കൽ ഇനി നാമമാത്രമായ മിസൈലുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നായിരുന്നു വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ വാദങ്ങളെ അപ്രസക്തമാക്കുന്നതായിരുന്നു ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചെത്തിയ ഇറാനിയൻ മിസൈലുകൾ. ഇറാന്റെ ആർമി ഓപ്പറേഷണൽ കമാൻഡായ ഖത്തം അൽ അൻബിയയാണ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ രാജ്യത്തിന്റെ ഔദ്യോഗിക പ്രതികരണം അറിയിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏത് നീക്കത്തെയും തകർത്തെറിയാൻ തങ്ങളുടെ സൈന്യം സുസജ്ജമാണെന്ന് കമാൻഡർ വ്യക്തമാക്കി. ട്രംപിന്റേത് വെറും വിൺവാക്കുകൾ മാത്രമാണെന്നും തങ്ങളുടെ പ്രതിരോധ ശേഷിക്ക് പോറലേറ്റിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു. അമേരിക്കയെ പ്രകോപിച്ചത് ട്രംപിന്റെ ശിലായുഗ ഭീഷണിയാണ്. ഇറാന്റെ ആണവ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും ദശകങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകുമെന്നും ഒരു കരാറിനും അവർ തയ്യാറാകാത്ത പക്ഷം സർവനാശമായിരിക്കും ഫലമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് രാവിലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ട്രംപ് തന്റെ കർക്കശമായ നിലപാട് വ്യക്തമാക്കിയത്. വരും ആഴ്ചകൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ കൃത്യമായിരുന്നുവെന്നും നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ US സൈന്യം കൈവരിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ഇനിയുള്ള ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും വൈദ്യുതി വിതരണ ശൃംഖലയും തകർക്കുന്നതോടെ രാജ്യം നിശ്ചലമാകുമെന്ന് വാഷിംഗ്ടൺ കണക്ക് കൂട്ടുന്നു. ട്രംപിന്റെ പ്രസംഗം പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേലിൽ സൈറണുകൾ മുഴങ്ങിക്കഴിഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടായ മിസൈൽ ആക്രമണം പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ വരുത്തിയതായാണ് റിപ്പോർട്ട്. ഇറാന്റെ മിസൈൽ ശേഖരം തകർന്നുവെന്ന ട്രംപിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുകയായിരുന്നു ടെഹ്റാന്റെ ലക്ഷ്യം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാഗ്വാദം ഇപ്പോൾ യുദ്ധകളത്തിലേക്ക് നേരിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ പൂർണ്ണമായും നിശബ്ദമാക്കുമെന്ന് അതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കുമെന്നുമാണ് ട്രംപിന്റെ പദ്ധതി. എന്നാൽ ഇറാൻ പിന്മാറാൻ തയ്യാറല്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക ഏതറ്റം വരെയും പോകുമെന്ന് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നീക്കങ്ങൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇസ്രായേലിന് ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ഇസ്രായേൽ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴടങ്ങില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തം അൽ അൻബിയ കമാൻഡ് പറയുന്നത് തങ്ങളുടെ കൈവശം ഇനിയും അത്യാധുനികമായ മിസൈലുകൾ ഉണ്ടെന്നാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തെറ്റുപറ്റിയെന്ന് ഇറാൻ പരിഹസിച്ചു. ട്രംപിന്റെ ഭരണകൂടം ഇറാന്റെ മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഉപരോധങ്ങൾക്ക് പുറമെ സൈനികമായ സമ്മർദ്ദം കൂടി വർദ്ധിപ്പിച്ച് ഇറാനെ ചർച്ചാ മേശയിലേക്ക് എത്തിക്കുക എന്നതാണ് അമേരിക്കയുടെ തന്ത്രം. എന്നാൽ ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ്. മേഖലയിലെ മറ്റു രാജ്യങ്ങളും ഈ സംഘർഷത്തിൽ ആശങ്കാകുലരാണ്. യുദ്ധം വ്യാപിപ്പിക്കുന്നത് ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയും തകിടം മറിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഭയപ്പെടുന്നു. ട്രംപിന്റെ ശിലായുഗ പരാമർശം നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന തർക്കമാണ് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ഉടമ്പടികളിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോയതും യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചതും അമേരിക്കയെ പ്രകോപിപ്പിച്ചിരുന്നു. ഇന്നത്തെ മിസൈൽ ആക്രമണത്തോടെ ഇസ്രായേൽ തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ്. ഇറാന്റെ ഉള്ളിലുള്ള സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമസേനാ നീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. ഇതൊരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. ഇറാൻ സ്റ്റേറ്റ് ടിവിയിലെ ചർച്ചകളിൽ അമേരിക്കയുടെ തകർച്ച ആസന്നമാണെന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന ഏത് വിദേശ ശക്തിയെയും നേരിടാൻ ജനങ്ങളും സൈന്യവും ഒന്നാണെന്ന് ഇറാൻ ഭരണകൂടം പറയുന്നു. ട്രംപിന്റെ പ്രസംഗത്തിൽ തന്റെ സൈനിക വിജയങ്ങൾ എണ്ണി പറയുമ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി വ്യത്യസ്തമാണെന്ന വാദവുമായി പ്രതിരോധ വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാൻ അത്ര എളുപ്പമല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ പ്രത്യാക്രമണം ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. സാധാരണക്കാർ ബങ്കറുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. US സൈനിക വിമാനങ്ങൾ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ചകളിൽ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾ ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണമെന്ന് ട്രംപ് പറയുമ്പോഴും അത് പുതിയൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ വെറും വാക്കല്ലെന്ന് ഇന്നത്തെ ആക്രമണം തെളിയിച്ചു. തങ്ങളുടെ കമാൻഡർമാരെ വധിച്ചതിനും സാമ്പത്തികമായി ഒറ്റപ്പെടുത്തിയതിനും പകരമായിരിക്കും ഇതെന്നും ഇറാൻ സൈന്യം ആവർത്തിച്ചു. നിലവിൽ പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ട്രംപിന്റെയും ഇറാന്റെയും കടുംപിടുത്തങ്ങൾ നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിലുകൾ ഏതാണ്ട് അടച്ചമട്ടാണ്. വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങൾ മേഖലയുടെ ഭാവി നിർണ്ണയിക്കും.